ബഹുമാനായ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ ആ പ്രസ്താവന കേരളത്തോട് കാട്ടിയ ഏറ്റവും വലിയ നിഷേധാത്മക സമീപനത്തിൻ്റെ ഒരു ഉയർന്ന രൂപമാണ്. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ജന്മനാടെന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ മാതൃപ്രദേശം ഉൾക്കൊള്ളുന്നതാണ് ഈ കോട്ടയം ജില്ല. അദ്ദേഹം ജനിച്ച നാട്, ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും അദ്ദേഹം ഇവിടെ വളർന്നയാൾ. ഈ കേരളത്തെ അത്തരത്തിൽ പരിഹസിക്കുന്ന രൂപത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാചകം വന്നുകൂടായിരുന്നു. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. കേരളം ഏതെങ്കിലും രൂപത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ എല്ലാവരും ചേർന്ന് നടത്തിയ വലിയ പ്രവർത്തനത്തിൻ്റെ നെറ്റ് റിസൾട്ടാണ്. കേരളത്തിലെ 957 മുതലുള്ള ഗവൺമെൻറ്റുകൾ, മാറി മാറി വന്നിട്ടുള്ള ഗവൺമെൻറ്റുകളെല്ലാം ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങളുടെ നല്ല രൂപത്തിലുള്ള മുന്നേറ്റമാണ് ഇന്ന് കേരളം ഇന്ത്യക്ക് മാതൃകയായി സാക്ഷരതയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നു, വിദ്യാഭ്യാസത്തിൽ മുന്നിൽ നിൽക്കുന്നു, പൊതുജനാരോഗ്യത്തിൽ മുന്നിൽ നിൽക്കുന്നു, ഭവന നിർമ്മാണത്തിൽ സൗജന്യ വീട് മുന്നിൽ നിൽക്കുന്നു, സാമൂഹിക സുരക്ഷാ പെൻഷൻ നമ്മൾ മുന്നിൽ നിൽക്കുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമായി അതിദാരിദ്ര്യ നിർമ്മാർജ്ജന രംഗത്തും കേരളം ഒന്നാം സ്ഥാനത്തേക്ക് വരാൻ പോവുകയാണ്. അത് വെറുതെ ഉണ്ടായതല്ല. ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും മറ്റ് ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും മാറി മാറി വന്ന ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനങ്ങൾ ഈ രംഗത്ത്, അതിൽ വിശിഷ്യ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ 8 വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഭാവനാസമ്പന്നമായ പ്രവർത്തനങ്ങളുടെ നെറ്റ് റിസൾട്ടാണ് ഇന്ന് കാണുന്ന ഈ 6-7 കാര്യങ്ങളിലെ ഉന്നതമായ പുരോഗതി ഉറപ്പായത്. അത്തരം പുരോഗതി ഉറപ്പാക്കിക്കൊണ്ടുവന്നൊരു കുറ്റമാണെന്ന രൂപത്തിലേക്കാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രയോഗത്തിൻ്റെ മറുഭാഷ എടുത്താൽ മനസ്സിലാകുന്നത്. ഈ നല്ല പ്രവൃത്തിയും കേരളത്തെ ഈ രൂപത്തിൽ പുരോഗതിയിലേക്ക് നയിക്കുന്നത് തെറ്റാണോ? അതുകൊണ്ട് നിങ്ങൾക്ക് കാശ് തരുന്നില്ല. പരിഹസിക്കലല്ലേ, അപമാനിക്കലല്ലേ? കേരളം ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമല്ലേ? നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉയർത്തുന്ന ഫെഡറൽ സംവിധാനത്തിൻ്റെ ആ എല്ലാ തരത്തിലുള്ള കാഴ്ചപ്പാടിനെയും വെല്ലുവിളിക്കലല്ലേ? നമ്മൾ ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണ് ചോദിക്കുന്നത്. ഇപ്പോൾ വയനാട് ദുരന്തമുണ്ടായി. യഥാർത്ഥത്തിൽ വയനാട്ടിലുണ്ടായ ഹൃദയഭേദകമായ രംഗം ബഹുമാനായ പ്രധാനമന്ത്രി വന്ന് നേരിട്ട് കണ്ടതാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, മഹാദുരന്തമാണ്. എത്രയോ ആളുകൾ മണ്ണിനടിയിൽ പോയി, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത രൂപത്തിലേക്ക് എത്തിയ ജനങ്ങൾ. അത്തരം വിഷമിച്ച് നിൽക്കുന്ന ജനതയുടെ മുമ്പിൽ കേന്ദ്ര ഗവൺമെൻറ് 1 രൂപ ഇത്രയും സമയമായിട്ട് നമുക്ക് തന്നില്ല. ബഡ്ജറ്റിലും അത് പരിഗണിച്ചില്ല. ഒരു വാക്ക് കേരളത്തെക്കുറിച്ച് പറയണം. അതും വന്നില്ല എന്ന് പറയുന്നത് എത്ര പ്രതിഷേധാർഹമാണ്. ഏതെങ്കിലും ഒരു കേരളീയന് സഹിക്കാൻ കഴിയുന്നതാണോ? രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കുക. കേരളം ഒന്നൊരു വാക്ക് വരണ്ടേ ഈ വയനാടിൻ്റെ പ്രശ്നമെടുത്ത് പരിശോധിക്കുമ്പോൾ? അതുപോലെ അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച് ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഇന്ത്യയെ കൊണ്ടുവരുന്ന ഒരു തുറമുഖമാണ് വിഴിഞ്ഞം. ആ വിഴിഞ്ഞം തുറമുഖം ലോകത്തിൻ്റെ ഭൂപടത്തിൽ 4-5 തുറമുഖങ്ങളിലൊന്നായി നമ്മളിപ്പോൾ ഗംഭീരമാക്കി കൊണ്ടുവന്നു. 180ഓളം ഷിപ്പുകൾ വന്നു കഴിഞ്ഞപ്പോൾ 3 ലക്ഷത്തിൽ പരം കണ്ടെയ്നറുകളാണ് നമ്മൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഈ മഹാഭാരതത്തെ എത്തിക്കുന്ന ഏറ്റവും സുപ്രധാനമായ വികസനത്തിൻ്റെ വിസ്മയം തീർക്കുന്ന ആ വിഴിഞ്ഞത്തിന് 1 രൂപ മാറ്റിവെക്കണ്ടേ? ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും കേന്ദ്ര ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചു 24,000 കോടി രൂപയുടെ പാക്കേജ്. അതിലെവിടെയെങ്കിലും ഒന്ന് ടച്ച് ചെയ്തോ? നമ്മുടെ എയിംസ് എത്ര കാലമായി നമ്മൾ ചോദിക്കുന്നതാണ്. മറ്റെല്ലാ സ്റ്റേറ്റുകൾക്കും കൊടുക്കുമ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് എയിംസ് തരുന്നില്ല? നമ്മുടെ കാർഷിക മേഖല, റബ്ബറിൻ്റെ നാടല്ലേ ഈ കോട്ടയം. നമ്മുടെ ഈ കോട്ടയത്ത് റബ്ബർ കൃഷിക്കാരെ, കോട്ടയത്തെ മാത്രമല്ല കേരളത്തിലെ റബ്ബർ കൃഷിക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് മുമ്പ് മാറ്റിവെച്ച് 1 രൂപ നമുക്ക് തന്നു. ഈ പ്രാവശ്യവും അതിലില്ല. ഉള്ള നമ്മുടെ സാധ്യത കൂടി സബ്സിഡി കൂടി ഇല്ലാതാക്കുന്ന രൂപത്തിലേക്ക് വരുന്നു. നാളികേര കൃഷിക്കാർ, നെൽകൃഷിക്കാർ, കാർഷിക മേഖലയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രാധാന്യമുണ്ടോ? അൺഎംപ്ലോയ്മെൻറ്റിന് ഏതെങ്കിലും പ്രാധാന്യമുണ്ടോ? അപ്പോൾ ഈ രംഗത്ത് യഥാർത്ഥത്തിൽ കേരളത്തെ പാടെ വിസ്മരിച്ച് ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായി കേരളത്തെ കാണാതെ പോയൊരു ബഡ്ജറ്റ് എന്ന രൂപത്തിലേക്ക് പറയേണ്ടി വരും. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്ന കാര്യം സൂചിപ്പിക്കുകയാണ്.